നമസ്കാരം. ഒടുവിൽ ലോകം പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇറാനിൽ ഇസ്രായേൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ തന്നെയാണ് പ്രധാനമായും ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇവിടെ 3 സ്ഥലങ്ങളിൽ വൻതോതിലുള്ള സ്ഫോടനം ഉണ്ടായതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളോട് വളരെ ജാഗരൂകരായിരിക്കാൻ സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത് ഇസ്രായേൽ മാത്രം നടത്തിയ ആക്രമണമല്ല, അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണമാണ് എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ടെഹ്റാൻ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഈ ആക്രമണം ശക്തമായ തോതിൽ ഇപ്പോഴും തുടരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇറാനിലെ പരമോന്നത മത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസിനടുത്തും സ്ഫോടനമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അയത്തുള്ള അലി ഖമേനി ആകട്ടെ നേരത്തെ തന്നെ ടെഹ്റാൻ വിട്ടതായിട്ടാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അദ്ദേഹം മറ്റേതോ സ്ഥലത്ത് സുരക്ഷിതനായി കഴിയുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ആണവ ചർച്ചകളിൽ ഇറാൻ്റെ നിലപാടിനോട് യോജിക്കുന്നില്ല എന്നും അതിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആക്രമണത്തിന് പിന്നിലെ മൊസാദിൻ്റെ ഒരു പ്രവർത്തനമാണ്. മൊസാദ് ഇപ്പോൾ ഒരു പ്രസ്താവന ഇറാനിലെ ജനങ്ങളോട് നടത്തിയിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, പഴയ ഇറാൻ്റെ പ്രതാപം തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ്. അതായത് ഇറാനിലെ മതഭരണകൂടത്തെ ഞങ്ങൾ എടുത്ത് പുറത്താക്കുമെന്നും വീണ്ടും പഴയതുപോലെ പഴയ ഇറാനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകും എന്നുമാണ് ഇപ്പോൾ മൊസാദ് വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയായ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ നടത്തിയ ഈ ആക്രമണത്തിൻ്റെ പിന്നിലെയും ബുദ്ധിശക്തി അവർ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ അമേരിക്കൻ അംബാസഡർ അവിടെയുള്ള ജീവനക്കാരോട് എത്രയും വേഗം തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു. കഴിയുമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പോകണമെന്നാണ് അദ്ദേഹം ഇന്നലെ ആവശ്യപ്പെട്ടത്. നിങ്ങൾക്ക് നേരിട്ട് അമേരിക്കയിലേക്കുള്ള വിമാനം കിട്ടിയില്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോയിക്കൊള്ളാനാണ് അദ്ദേഹം നിർദ്ദേശം കൊടുത്തിരുന്നത്. ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്ത അനുസരിച്ചാണെങ്കിൽ ഖത്തറിലെ അമേരിക്കൻ എംബസിയും അവിടുത്തെ ജീവനക്കാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ഇസ്രായേൽ എംബസി ജീവനക്കാരോട് രാജ്യം വളരെ കരുതലോടുകൂടി ഇരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആകട്ടെ തങ്ങൾ ഏത് സാഹചര്യവും നേടാൻ സജ്ജരാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനിലെ പരമോന്നത മത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ ഇസ്രായേൽ ജീവനോടെ പിടികൂടുമോ അതോ വധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഖമേനി ഒരു രാഷ്ട്രത്തിൻ്റെ തലവനല്ല, അദ്ദേഹം അവിടുത്തെ മതനേതാവ് കൂടിയാണ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും അമേരിക്കയെ നേരത്തെ പിന്നോട്ടടിച്ചിരുന്ന ഒരു പ്രധാന ഘടകം. ഖമേനി ആക്രമിക്കുകയാണെങ്കിൽ അതൊരു മതനേതാവിനെ ആക്രമിച്ചു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്ന് അമേരിക്ക സ്വാഭാവികമായും സംശയിച്ചിരുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും അതുപോലെ യുദ്ധവിമാനങ്ങളൊക്കെ വലിയ തോതിൽ ഇസ്രായേലിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളം സാധാരണ പാസഞ്ചർ വിമാനങ്ങൾ എത്തുന്ന ഒരു വിമാനത്താവളമാണ് എങ്കിൽ പോലും ഇവിടെയും വലിയ തോതിൽ അമേരിക്കയുടെ വിമാനങ്ങൾ എത്തിയിരുന്നു. അതുപോലെ അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായ USS ജെറാൾഡ് ഫോർഡ്, അതുപോലെ USS എബ്രഹാം ലിങ്കൺ തുടങ്ങിയവയെല്ലാം തന്നെ ഇസ്രായേൽ തീരത്തേക്കാണ് എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാവരും കരുതിയിരുന്നത് പോലെ ഇസ്രായേൽ കേന്ദ്രീകരിച്ചായിരിക്കും അങ്ങനെയാണെങ്കിൽ അമേരിക്ക ആക്രമണം നടത്തുക എന്നാണ് പറയപ്പെടുന്നത്. ഈ ആക്രമണം ഇസ്രായേൽ മാത്രമാണോ അതോ അമേരിക്കൻ സംവിധാനങ്ങളാണോ ഈ ഇറാനെ ആക്രമിച്ചത് എന്നുള്ളത് സ്വാഭാവികമായൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിരവധി തവണ നേരത്തെ ആണവ വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും ഇറാൻ അതിലൊന്നും തന്നെ സമ്മതിക്കാതെ അമേരിക്കയും ഇസ്രായേലിനെ എല്ലാം തന്നെ വെല്ലുവിളിക്കുന്ന രീതിയാണ് സ്വീകരിച്ചത്. ഇസ്രായേൽ നേരത്തെ തന്നെ അമേരിക്കയുടെ കാര്യം വ്യക്തമാക്കിയിരുന്നു. അമേരിക്ക ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇറാൻ പലപ്പോഴും നടപടികൾ സ്വീകരിച്ചിരുന്നത്. ഇപ്പോഴുള്ള ഹമാസ്, ഹൂത്തി തുടങ്ങിയ എല്ലാ തീവ്രവാദ സംഘടനകളെയും പ്രോത്സാഹിപ്പിക്കുകയും ഇസ്രായേൽ നേർക്ക് ആക്രമണം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ തന്നെ ഇറാനാണ് എന്നുള്ള കാര്യം ഒരു പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് മേൽ കടന്നുകയറ്റം നടത്തുന്ന ഈ തീവ്രവാദ സംഘടനകളെ തീറ്റിപ്പോറ്റുന്ന ഇറാനെ തകർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. നേരത്തെയും കഴിഞ്ഞ വർഷം ഇസ്രായേലും അമേരിക്കയൊക്കെ തന്നെ ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും ഇത്രയും വലിയ തോതിലുള്ള ആക്രമണം അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഇറാനും ഇസ്രായേലും ഒക്കെ തന്നെ അവിടെ വ്യോമപാത പൂർണ്ണമായും അടച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതുവഴി യാതൊരു വിമാനങ്ങൾക്കും ഇത് കടന്നു പോകാനും കഴിയുകയില്ല. ഏതായാലും യുദ്ധം ആസന്നമായി എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വാർത്ത പുറത്തു വരുമ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നാരും കരുതിയിരുന്നില്ല. കാരണം ആണവ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് വീണ്ടും സമയം നീട്ടി നൽകുകയായിരുന്നു അവസാനം വരെ തീരുമാനമെടുക്കാം. പക്ഷേ ഇസ്രായേൽ ആകട്ടെ ആ കാര്യത്തിൽ ഒരു കർശന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഈ ആക്രമണം നടന്നത്. അമേരിക്ക ആക്രമിച്ച് ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ള ഇസ്രായേലിൻ്റെ ആ ഒരു ശക്തമായ നിലപാട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇതിലേക്ക് ഇപ്പോൾ നയിച്ചിട്ടുള്ളത്. അമേരിക്കയും ഇതിന് പങ്കുചേർന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും പലരും കരുതുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇറാൻ തിരിച്ചടിക്കാൻ ശേഷിയുള്ള രാജ്യമാണോ എന്നുള്ള കാര്യവും നമുക്ക് കൂടുതൽ വ്യക്തമാകും. അതുപോലെ റഷ്യയുടെയും ചൈനയുടെയൊക്കെ തന്നെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണെന്നുള്ളതും ഏറെ നിർണായകമായി മാറും.